അയ്യോ എടാ മുത്തുവേ, ആ പേപ്പർ ഒന്ന് എടുത്തോണ്ടോ വരാൻ തന്ന്. വന്നു കൊച്ചമ്മാവോ. ആ വന്നു കൊച്ചമ്മ, പേപ്പർ കൊണ്ടുവാ. നീ എന്തോ അടുക്കള എടുത്തോണ്ട് വരുന്ന പേപ്പർ? അയാളെന്തോ അടുക്കള വഴി അങ്ങോട്ട് ഇട്ടോ? അല്ല കൊച്ചമ്മ, ഇത് ജോലിയെല്ലാം തീർത്തു, ഇതിന്റെ കൂടെ ഈ ജോലിയും കൂടെ തീർത്തേക്കാന്ന് വിചാരിച്ചു. അയ്യോ കഷ്ടം. അപ്പൊ ഈ പത്രപാരായണമാണ് നിന്റെ പ്രധാന ജോലി, വേറെ ഒരു ജോലി ഇല്ലേ മുത്തു? അയ്യോ എന്റെ പൊന്നു കൊച്ചമ്മ, ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും തീർത്തു, ഇനി ഒരു പണി ഇന്ന് ചെയ്യാനില്ല. എല്ലാം തീർന്നോ? പിന്നെ നിനക്ക് നല്ല ജോലി ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അവളുമാർ രണ്ടും കൂടി ഇല്ല, സുരഭി കൊച്ചും ലക്ഷ്മി കൊച്ചും ഒന്നും ഇല്ലല്ലോ. നല്ല പണിയുണ്ട്. എന്നിട്ട് അതെല്ലാം തീർത്തോ? എല്ലാം തീർത്തു കൊച്ചമ്മ. കൊച്ചമ്മ എങ്ങനെടാ? അല്ല കൊച്ചമ്മ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ലക്ഷ്മി കുഞ്ഞും സുരഭി ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് ജോലി തീർത്തു. ജോലി ഭാരം ഉണ്ട് എങ്കിൽ പോലും ഞാൻ തീർത്തു. അവരുണ്ടെങ്കിൽ ഇതൊന്നും തീരില്ല. അതെന്താ? നമ്മളിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ ലക്ഷ്മി കുഞ്ഞ് വരും, എന്തെങ്കിലും ഒരു പൊട്ടത്തരം പറയും. ഇതിൽ കയറി സുരഭി കയറി പിടിക്കും. എന്നിട്ട് അടിയായി ഇടിയായി കത്തിക്കുത്തായി, എനിക്ക് പറയണ്ട, സത്യം പറഞ്ഞ ചുരുക്കി പറഞ്ഞ ഇടിനാശം, വെള്ളപ്പൊക്കം. നീ പറഞ്ഞത് സത്യമാ. ഓ, രണ്ടും കൂടെ അടി കൂടിയിട്ടുണ്ടല്ലോ. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും വീടെടുത്ത് തിരിച്ചു വെച്ച് കളയുന്നു. അയ്യോ എന്റെ അമ്മച്ചിയെ. പക്ഷേ കൊച്ചമ്മ, വേറൊരു കാര്യം കൂടെ പറയണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊച്ചമ്മയെടുത്ത് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ്. അത് നേരാ. അയ്യോ ഭയങ്കര സ്നേഹമാണ്. ആരുടെ ചവിട്ടുകൊണ്ടാ ചാവുന്നതെന്നും പറഞ്ഞാ ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത്. സ്നേഹം. അതൊന്നല്ല കൊച്ചമ്മ, ഇന്ന് എന്നെ എത്ര തവണ വിളിച്ചെന്നറിയാമോ? കൊച്ചമ്മ ആഹാരം കഴിച്ചോ, ആഹാരം കഴിച്ചില്ലേ, ഗുളിക കഴിച്ചോ, മരുന്ന് കഴിച്ചോ, ഇതെല്ലാം ചോദിച്ചോണ്ട് നല്ല സ്നേഹമുണ്ട് കേട്ടാ. അയ്യോടാ എടാ, ചിലരുടെ സ്വഭാവം അത്. അകന്നിരിക്കുമ്പോഴേ കുറച്ച് കൂടുതൽ അടുപ്പവും സ്നേഹവും കൂറും എന്തൊക്കെയോ തോന്നും. അപ്പോഴാ ചിലരൊക്കെ ചിലരുടെ വില അറിയുന്നത്. മനസ്സിലായ? പക്ഷേ ഒരു കുഴപ്പമുണ്ട് കൊച്ചമ്മ, ഞാൻ ചിന്തിച്ചിട്ടേ ഒന്നും ഇങ്ങോട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഇവർ ഈ വഴക്കൂടാതെ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് തോന്നുന്നേ ചിലപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടായിരിക്കും. അതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് കടയിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങിച്ചോട്ടോ. അത് കൊള്ളാം. അതെ ഏറ്റ പണി. ഇവിടെ എല്ലാ സാധനവും ഉണ്ടല്ലോ. അപ്പൊ എന്നെ പൊരിവെടുത്ത് നടത്തിക്കാനുള്ള പരിപാടി. അതായത് തരുന്ന ശമ്പളം എങ്ങനെ മുതലാക്കണം. ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. എത്ര നാള് കഴിഞ്ഞിട്ടാ എനിക്ക് എൻ്റെ 2 മക്കളെ ഒറ്റയ്ക്കൊന്ന് കയ്യിൽ കിട്ടുന്നേ. ചേടാ, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളും ചോറും കറിയൊക്കെ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വെച്ച് അവരുടെ കൂടെ വിളമ്പണം, കഴിക്കണം, കൂടെ ഒന്നിച്ചിരിക്കണം. അത് ന്യായം. അല്ല, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെ സ്വപ്നമാണ് കൊച്ചമ്മ. മരുമക്കൾ ഇല്ലായിരിക്കുന്ന സമയത്ത് മക്കളുടെ കൂടെ കുറെ സമയം ഇരിക്കുക. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്, കളയരുത്. അതെ, ഈ 2 പേർക്കുണ്ടല്ലോ നമ്മുടെ അരിമുറുക്ക്, അച്ചപ്പം, അല്ല കൊച്ചു ഉണ്ണിയപ്പം, ഇതൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയോ? അയ്യോ, ഉണ്ടാക്കി കൊടുത്താൽ വാരി തിന്നോളൂ. നീ ഏതായാലും പോയി എല്ലാ സാധനങ്ങളും വാങ്ങിക്ക്. എന്താന്നുള്ളത് ഞാനിപ്പോ നിന്റെ ഫോണിലോട്ട് ലിസ്റ്റ് അയക്കാം. നോക്കി ശ്രദ്ധിച്ച് എല്ലാം വാങ്ങിച്ചോണ്ടോ. ഓക്കെ. ഇനി എത്ര പൊരിവേല് കൊണ്ടാലും കുഴപ്പമില്ല, എന്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും വായി. ശരി കൊച്ചമ്മ. ശരി ശരി. ഏതായാലും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ. ഈശ്വര. എന്തോന്നടേ രാവിലെ തന്നെ നനഞ്ഞ കോഴിയെ പോയിരിക്കണം. സ്മാർട്ടായിട്ടിരിക്കും. എന്തുവാ ചേട്ടാ, ചേട്ടന് നല്ല കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ലേ? എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്താ സംസാരിക്കുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. ഏട്ടത്തെ ഇവിടെ ഇല്ലാത്തതിന്റെ അഹങ്കാരം നല്ല രീതി ഏട്ടൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും അല്ല. അല്ല, നിനക്കിപ്പോ വിഷമിച്ചിരിക്കാനുള്ള കാരണം ഞാൻ പറയട്ടാ. സുരഭി ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ. ഏട്ടാ, ഒരുമാതിരി ചങ്കുപൊളിഞ്ഞ് നിൽക്കുമ്പോഴേ ഇങ്ങനെ കൊലച്ചിരി മുമ്പിൽ വന്ന് ചിരിക്കരുത് കേട്ടോ, അത് മോശമാണ്. പിന്നെ എന്റെ വർത്താനം കേട്ട അവൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര സ്നേഹം കാണിച്ചതുപോലെ. ഞാനും അത്യാവശ്യം നന്നായിട്ട് സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു ദിവസം ഐ ലവ് യു പറഞ്ഞ മറു ദിവസം ഐ ഹേറ്റ് യു. ഇതുപോലെ വാക്കിന് സ്ഥിരത ഇല്ലാത്തൊരു ചെറുക്കൻ. ഇയാള് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഏട്ടത്തി ഒന്ന് മുഖത്ത് നോക്കി തറപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞാലേ നിന്ന് മുള്ളുന്ന ടീമല്ലേ നിങ്ങള്? മതി മതി മതി, പരസ്പരം ട്രോൾ എന്താ? എന്നാ പിന്നെ ഇങ്ങോട്ടും ട്രോളാൻ വരണ്ട. വരണില്ല. ഒന്നാമത് ഞാനിവിടെ അവളും ഇല്ലാത്തതിന്റെ വിഷമത്തിരിക്കും. അപ്പോഴാ അയാള് എടാ, നിന്നെക്കാളും കൂടുതൽ അല്ലാതെ വേണ്ട.
കൂടുതൽ ക്രിസ്മസ് കേക്ക് കഴിച്ചതിന്റെ പരിചയത്തിൽ പറയുക. ഈ ഭാര്യമാര് അവരെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. എടാ അത് സ്വർഗമാണ്. ആ ആ മനസ്സിലായില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ. എടാ അവരവരെ വീട്ടിൽ പോയി നിൽക്കൂലേ, അപ്പോഴല്ലേ നമുക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടുന്നത്. ഈ എല്ലാ ഉത്സവവും കൂടെ ഒരുമിച്ച് വന്നാൽ എങ്ങനെയായിരിക്കും? ഓണം, ക്രിസ്മസ്, ദീപാവലി എല്ലാം കൂടെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആഘോഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ജീവപര്യന്തം കിട്ടിയിട്ട് പരോളിൽ ഇറങ്ങി ഗോവയ്ക്ക് പോകുന്ന പോലെ അല്ലെ? പഠിച്ചു. ഞാൻ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല ഒരു പറഞ്ഞതാ. സത്യം പറഞ്ഞാ അടിപൊളിയാണ്. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കണ്ടേ? ഏട്ടൻ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എങ്ങനെ ആഘോഷിക്കാനാ? എപ്പോഴും ഈ മുത്തോണ്ടുണ്ടാക്കി തരുന്ന ദോശയും സാമ്പാറും പിന്നെ അമ്മയുടെ ഉപദേശം മാത്രമല്ലേ ഉള്ളൂ. അതും ശരിയാണ്. അതും ശരിയാ. പക്ഷേ നമ്മൾ അതുക്കും മേലെ നോക്കണം. അതൊക്കെ മേലെയാണെങ്കിൽ നമുക്ക് മേലോട്ട് പിടിക്കേണ്ടി വരും. എടാ കരുന്നൊക്കെ എടുത്ത് വിളക്കണ്ടേ? ഒരു ഐഡിയ പറഞ്ഞു തരുമ്പോ കാഞ്ഞ് മുകളിലോട്ട് പോണ കാര്യമാണ് പറയണത്. ചേട്ടന് ക്രിസ്മസ് എത്ര കേക്കാ കൂടുതൽ തിന്നെന്ന് പറഞ്ഞേ? എന്റെ പൊന്നു ചേട്ടാ, മേലോട്ട് കയറാന്ന് പറഞ്ഞാൽ നമുക്ക് മല വല്ലം കയറാനാ, കടലും തള്ളം കയറാൻ പറ്റത്തില്ലല്ലോ. ട്രക്കിംഗ്. ട്രക്കിംഗ്? ആ എവിടെ? ട്രക്കിംഗ് വയനാട്. എടാ അത് അമ്മ അറിഞ്ഞ വിടയൊന്നുമില്ല. നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം. അമ്മയുടെ അടുത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കള്ളം പറയണം ചേട്ടാ. എന്നൊരു കാര്യം ചെയ്യാം, അമ്മയുടെ അടുത്ത് വയനാടല്ല പൊന്മുടിയിലാണെന്ന് പറയാം. ഇയാള് ഒരു മണ്ടനായി പോലും. ഞാൻ വല്ലതും പറയും കേട്ടോ. എന്റെ പൊന്നായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പറയാം, വല്ല അമ്പലങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങള്. അമ്പലം എവിടെ? അമ്പലം ആലോചിക്കാം. പിങ്കി അതൊക്കെ വിശ്വസിക്കൂ? വിശ്വസിപ്പിക്കാന്നേ. ഉറപ്പാണല്ലേ? ചേട്ടൻ കൂടെ കട്ടയ്ക്ക് ഇത് നടക്കും. എന്നാ നോക്കാം. ആ മുത്ത് വേണടാ. എത്ര നേരമായി പോയിട്ട് നീ ഇതെവിടെയാ? കിട്ടില്ലെന്തോ? ഓ നീ ചുമ്മാരി. ആ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോടെ, നീ വേഗം വാ, വേഗം വാ. ആ എത്തിയോ? ആ എന്നാ ഇപ്പൊ നീ ഉടനെ എത്തുമല്ലേ? ആ വാ വാ വാ. ഷടാ, ലിസ്റ്റ് എഴുതി കൈ കൊടുത്താലും സംശയമാ. എന്തോ ചെയ്യുമെന്ന് പറ. ഈശ്വരോ ഭഗവാൻ, രണ്ടും കൂടെ മോട്ടിക്കാൻ പോകുന്നല്ലേ പമ്മി പമ്മി വരുന്നേ. അല്ല ചേട്ടൻ ക്ഷേത്രത്തിൽ മോട്ടിക്കാൻ പോവാണോ? അല്ലല്ല, ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ പോകുന്നല്ല. ചേട്ടൻ ഇന്നലെ ഉറങ്ങിയപ്പോ ക്ഷേത്രങ്ങളൊക്കെ കുറെ സ്വപ്നം കണ്ടു. ക്ഷേത്രങ്ങളോ? ഏത് ക്ഷേത്രങ്ങള്? അത് പിന്നെ ഈ സ്വപ്നത്തിലായതുകൊണ്ടേ അമ്മ ബോർഡൊന്നും നോക്കാൻ പറ്റിയില്ല. കൊറേ ഏതൊക്കെ വലിയ ക്ഷേത്രങ്ങളാ കണ്ടത്. വല്ലപ്പോഴും ഒക്കെ ക്ഷേത്രത്തിലത് പോണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പലതും കാണിക്കും. കണ്ടോ ചേട്ടാ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അതെ അതെ, ക്ഷേത്രങ്ങളിൽ പോണം. പോണം. ആര് പറഞ്ഞു പോണ്ടെന്ന്? ശരി. അല്ല എപ്പോഴത്തേക്കാ ഇനി ഈ ക്ഷേത്ര ദർശന പരിപാടി? ഇന്ന് തന്നെ പോണം. പറ്റുമെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി മനസ്സൊരുക്കി ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പോവാനോ? എന്താണ് മക്കളെ ഈ പറയുന്നത്? ഇവിടെ വേറെ ആരിയ്ക്കുന്നു? ഞാനല്ലേ ഉള്ളു, അവളുമാരും ഇല്ലല്ലോ. അല്ലമ്മ, അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇവിടെ മുത്തോണ്ണൻ ഉണ്ടല്ലോ. മാത്രമല്ല ചേട്ടൻ പറഞ്ഞ് ഇന്ന് തന്നെ അമ്പലത്തിൽ പോകണമെന്ന്. എന്തോ ഭക്തി മുത്താണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് നേരെ മുത്തുണ്ട്. ഞാന് ഏതാണ്ടൊക്കെ ആഗ്രഹിച്ചു പോയി സത്യം പറഞ്ഞ. 2 ദിവസം എൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്. ഓ, നിങ്ങളുടെയൊക്കെ കൂടെ അങ്ങനെ ഒന്ന് ചിരുന്നിട്ട് എത്ര ദിവസങ്ങളായി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കി, ചോറും കറിയൊക്കെ ഉണ്ടാക്കി അമ്മയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോ സാരമില്ല, പോട്ടെ. അവന്റെ ആഗ്രഹമെങ്കിലും നടക്കട്ടെ. പോയി എല്ലാം തൊഴുത് വെച്ചു. അപ്പോ ഒന്നല്ല. എന്തായടാ, സാധനമൊക്കെ കിട്ടിയോ? എല്ലാം കിട്ടി കൊച്ചമ്മ. കിട്ടിയോ? ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീ അത് അവിടെ കാണാൻ കൊണ്ട് വെക്ക്. അല്ലടാ, അവര് നേണ്ടങ്ങാണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോവാൻ 2 ദിവസം ഇവിടെ കാണത്തില്ലെന്ന്. അയ്യോ, 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് പോയാ പോരായിരുന്നു. അല്ല, പോണ്ട കാര്യമുണ്ടെന്നാ ചേട്ടൻ കണ്ടു. സ്വപ്നം കണ്ട. അമ്പല സ്വപ്നം കണ്ട. എന്തേലും ആട്ടറാ, പിള്ളേര് പോയച്ചു വരട്ടെ. പറഞ്ഞതുപോലെ അമ്മ ഞങ്ങൾ വേണമെങ്കിൽ. വേണ്ട 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 വേണ്ട. ഏതായാലും ഒരു ക്ഷേത്ര ദർശനം എന്നുള്ള പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചല്ലേ, അതിന് ഇനിയും തടസ്സമൊന്നും വരണ്ട. ചെല്ല് പോയച്ചു വാ. അമ്മക്ക് വിഷമമായോ? ഓ, വിഷമമൊന്നുമില്ല മോനെ. പിന്നെ
മക്കളെ കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുമ്പോ അത് നടന്നില്ലല്ലോ എന്നുള്ള അതെല്ലാം അമ്മമാർക്കും ഉള്ളതല്ലേ. അയ്യോ, എനിക്ക് വയ്യാത്തോണ്ടാടാ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നേനെ നിങ്ങളുടെ ഇവിടെ. ഈ കാലും വെച്ചോണ്ട് എങ്ങനെയാ ഇവിടൊക്കെ വരുന്നേ? അത് മാത്രമല്ല, അങ്ങനെ ഈ കാലും വെച്ചോണ്ട് ഞാൻ നിങ്ങളോട് വരികയാണെങ്കിലേ അത് പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അതാ സത്യം. പോയച്ചോ മോനെ. റെഡി ആവട്ടെ. കൊച്ചമ്മ, അപ്പം ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നീ അതവിടോട്ടാണ് കൊണ്ടുവെക്കടാ. നീ ഇപ്പൊ ഉണ്ടാക്കിയ തന്നെയും ആര് കഴിക്കാന്? അല്ല കൊച്ചമ്മ, സ്വന്തം കൈ കൊണ്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചല്ലേ? അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നുണ്ടോ മുത്തു? എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. നീ കൊണ്ടുവന്ന് വെക്കാം. ഇറങ്ങാം. അത് ശരി, ഇതുവരെ റെഡി ആയില്ലേ? ബാ ചേട്ടാ, പെട്ടെന്ന് റെഡി, നമുക്ക് ഇറങ്ങാം. അല്ലടാ, അമ്മ ഇപ്പം നമ്മളെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുകയല്ലേ. അപ്പൊ ആ സമയത്ത് ഇങ്ങനൊരു കള്ളം പറഞ്ഞ് പോണം? ചേട്ടാ, നമ്മൾ പോകുന്നുള്ള കാര്യം തീരുമാനിച്ചതല്ലേ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? അതൊക്കെ ശരി തന്നെടാ, പക്ഷെ എനിക്ക് എന്തോ ഒരു ശ്വാസം മുട്ടലുണ്ട്. അതിപ്പോ ചേട്ടൻ ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് കള്ളം പറയുന്നോട്ടുള്ള തോന്നല. എന്നെ നോക്കി, ഞാൻ എത്രയോ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നില്ലേ. ഇതിനിപ്പോ ചേട്ടന് കുറച്ചുകൂടെ കള്ളമൊക്കെ പറഞ്ഞപ്പോ ശീലമായിക്കോളും. ഒരു കുഴപ്പമില്ല, ചേട്ടൻ റെഡി ആവുന്നു. എടാ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നിനക്ക് കള്ളം പറഞ്ഞ് ശീലമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ചേട്ടന്റെ സിറ്റുവേഷനൊക്കെ എനിക്ക് മനസ്സിലാവും. ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് നമുക്കിനി കിട്ടുമോ? അതില്ല. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല, ഒന്ന് ചിന്തിച്ചു നോക്കി. നേരെ വയനാട് പോകുന്നു, ട്രക്കിംഗ് പിടിക്കുന്നു, മലമുകളിൽ എത്തുന്നു, അവിടെ പോയി പാർട്ടി പൊട്ടിയ ശേഷം അവിടുത്തെ തണുത്ത കാറ്റ് കിട്ടുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, ചേട്ടന്റെ എല്ലാ പ്രശ്നവും മാറും. മാറുമല്ലേ? പിന്നെ ഉറപ്പായിട്ട് മാറും. റെഡിയാ, റെഡിയാവ്. ആഹാ, അപ്പോഴും ക്ഷേത്രത്തിൽ പോണെന്ന് കള്ളം പറഞ്ഞാണല്ലേ രണ്ടുപേരും കൂടെ? അല്ല മുത്തോണ, ഒന്നും പറയണ്ട, എല്ലാം ഞാൻ കേട്ട്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് വിശ്വസിച്ചേ അകത്തൊരാൾ ഇരിപ്പുണ്ട്, എന്റെ കൊച്ചമ്മ. ചന്ദ്രസ്താർ പോയതിനു ശേഷേ കൊച്ചമ്മയ്ക്ക് ആകെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ. അത് മാത്രമല്ല, കൊച്ചമ്മ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് കേട്ടാ. കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ എല്ലാം റെഡിയായി ഇറങ്ങിയതല്ലേ. പക്ഷെ കൊച്ചമ്മേരോടെ ഈ മുത്തു ഉണ്ടാവും. മുത്തുവിന് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റൂല. കുഴപ്പമില്ല, കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. പിന്നെ മാറ്റി പറയാൻ നിൽക്കണ്ട, കൊച്ചമ്മ അത് താങ്ങൂല. കൊച്ചമ്മയെ നിങ്ങളെക്കാൾ ഉപരി എനിക്ക് നല്ലവണ്ണം അറിയാം. ആ, എന്താടാ നിന്റെ മുഖത്തിന്? ഒന്നുമില്ല കൊച്ചമ്മ. അല്ലെ, ഇന്നെ എന്തോ ഏതാണ്ടൊരു വലിയ വിഷമം പോലെ. ഒന്നുമില്ല കൊച്ചമ്മ. കൊച്ചമ്മ വെള്ളം കുടിക്കണം. ചേടാ, എന്താടാ നിനക്ക് സുഖമില്ലേ? ഒരു കുഴപ്പമില്ല കൊച്ചമ്മ. എന്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ആഹാ, നിങ്ങൾ പോകാൻ ഇറങ്ങിയോ? ആ ശരി. അല്ല മോനെ, നിങ്ങൾ ഏതൊക്കെ അമ്പലത്തിലാ പോകുന്നേ? അല്ല, ആദ്യം എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കായിരുന്നു. അത് മലനട ക്ഷേത്രത്തില്. ഓ അല്ല, ദുര്യോധന ക്ഷേത്രം. മലനട. അയ്യോ, കേരളത്തിലെ ഏക ദുര്യോധന പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? പിന്നെ അതുപോലെ നമ്മുടെ കൊല്ലത്ത് അടുത്തൊരു ക്ഷേത്രമുണ്ട്, വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഓ എന്റെ മോനെ, നല്ല ഗ്രാമീണ അന്തരീക്ഷത്തില് എന്തൊരു ഭക്തി തോന്നുന്നറിയാം അവിടെ പോയാല്. നിങ്ങൾക്ക് പറ്റിയാലേ അവിടെ കൂടെ ഒന്ന് കയറി തൊഴുതേരെ.
അല്ല മുത്തു, നീ പോയിട്ടുണ്ടോ അവിടെ? ഇല്ല കൊച്ചമ്മ, ഞാൻ പോയിട്ടില്ല. അയ്യോ, കാണണ്ട അമ്പലമാടാ. ഒരു മനോഹരമായ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ആ അമ്പലത്തില്. അതെന്താ അവിടെ പോകാൻ കാര്യം എന്നറിയോ? പ്രശോഭന് കൊച്ചില് സ്ഥിരമായിട്ട് പനി വരുമായിരുന്നു. അന്ന് ചന്ദ്രേട്ടൻ്റെ ഒരു നേർച്ച നേർന്നതാ. ഒരു വർഷം അടുപ്പിച്ച് എല്ലാ മാസവും കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി തൊഴിച്ചേക്കാം. ചന്ദ്രേട്ടനൊന്ന് പുറത്തെങ്ങാണ്ടോ ആണ്. എൻ്റെ ദൈവമേ, അങ്ങോട്ട് പോകണമെങ്കിൽ ഇതുപോലൊക്കെ വണ്ടികളോ വല്ലതും ഉണ്ടോ? ഇല്ല. കിട്ടുന്ന ഏതെങ്കിലും ഒരു വണ്ടിയെ കയറി 2 പേരുമായിട്ട് ഞാൻ പോവും, 2 എണ്ണത്തിനെ പിടിച്ചോണ്ട്. ഇവൻ നടക്കുവോ? ഗുണ്ടുമണി ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു കൊച്ചിലെ. തൂക്കി എടുത്ത് തോളത്തിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കണം. അയ്യോ, ഇനി അടുത്തയാള് ആരുടെ പേർക്കാണോ വഴിപാട് കഴിക്കാൻ പോയത് ആ ഭക്തന്റെ കാര്യം അറിയണ്ടേ? അവൻ അമ്പലത്തിൽ പോയി ഭക്തിയോടെ പരിമാറണമെന്ന് പറയുന്നത് അമ്മയുടെ ജോലി. അവൻ വന്ന് എന്തിനാന്നറിയോ? ഇല്ല. അതിന്റെ വാതിക്കല് നല്ല ചൂട് ദോശ ചുട്ട് തരുന്ന ഒരു കടയുണ്ടായിരുന്നു. സുഖമായിട്ട് അവിടെ കയറി ഇരുന്ന് നല്ല ചൂട് ദോശയൊക്കെ തിന്ന് കുശാലായിട്ട് തിരിച്ചിങ്ങി പോരും. അതൊക്കെ ആ കാലം. ദൈവമേ ഈശ്വര, അതൊക്കെ ഇനി എന്തെല്ലാം ഓർമ്മകളാ. അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അയ്യോ, പത്താല് പറഞ്ഞോണ്ടിരിക്കാൻ നിങ്ങൾ പോകാൻ നോക്ക്, സമയം കളയാതെ ചെല്ലേ. മക്കളെ, എന്തായാലും ശരി, പോകുമ്പോ അമ്പലത്തിലൊന്ന് കയറിയേ കേട്ടോ. ശരി അമ്മ. ചെല്ലു മോനെ, സൂക്ഷിച്ചൊക്കെ പോണേ കേട്ടോ. നോക്കി കണ്ടുമൊക്കെ പോണം. ചെല്ലേ. മതിയടാ. എടാ, ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോരെ? നിനക്കെന്തോ തോന്നുന്നു? എനിക്ക് പോണോന്നുണ്ട്, പോകണ്ടോന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ടോസ് ഇട്ട് നോക്കാം. ശരി, ഹെഡ്സ് കഴിയുകയാണെങ്കിൽ നമുക്ക് അമ്മേനോട് സ്പെൻഡ് ചെയ്യാം. ടേല് വീണ പോവാം. ഇനിയിപ്പോ ചിന്തിക്കാനൊന്നുമില്ല കേട്ടോ. കൊച്ചമ്മ, എന്തിനാടാ ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയത്? ആര് കഴിക്കാനാ? അല്ല കൊച്ചമ്മ, സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിച്ചല്ലോ. കൊച്ചമ്മ ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ. അയ്യോ, എനിക്കിപ്പം വേണ്ടടാ. എനിക്ക് കഴിക്കാനും വയ്യ, സത്യം പറയാതെ എന്നോട്. വെറുതെ ഇതെല്ലാം കൂടെ നീ എന്തിനാ ഈ കഷ്ടപ്പെട്ടത്? അല്ല കൊച്ചമ്മ, അവരിപ്പോ 2 ദിവസം കഴിയുമ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമല്ലോ. കൊച്ചമ്മ വിഷമിക്കാതെ. ഓ, അവര് ക്ഷേത്ര ദർശനത്തിൽ നിന്നും അല്ലടാ പോയത്. ആര് പറഞ്ഞു? എനിക്കറിയാം, ഉറപ്പാണ്. അവര് ക്ഷേത്ര ദർശനത്തിൽ തന്നെയാണ് പോയത്. ഞാൻ 2 വട്ടം ചോദിച്ചതാണ്. എന്റെ പൊന്നു മുത്തു, ഞാൻ അവരുടെ പെറ്റതള്ളയല്ലേ. ഈ മക്കള് കള്ളം പറയുമ്പോഴേ അമ്മയ്ക്ക് മുഖത്തോട്ട് നോക്കിയാൽ ഉടനെ മനസ്സിലാകും. അതിപ്പോ എനിക്ക് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും. പിന്നെ ഒരു കാര്യം, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ മുത്തു. ഒരു പ്രായം കഴിഞ്ഞാലേ എല്ലാ അച്ഛനമ്മമാരുടെ അവസ്ഥ ഇതാ. ഒന്ന് കൂടിരിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒരു നേരം പോക്കിന് ആരെങ്കിലും വന്ന് ഒന്നിനും ഒരുത്തരം കിട്ടത്തില്ല. അതാരുടെയും കുറ്റമല്ലടാ, അതങ്ങനാ. ഈ ഒറ്റപ്പെടുമ്പോൾ ഉള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണത്. അല്ല കൊച്ചമ്മ, അവര് പിള്ളേരല്ലേ. കൊച്ചമ്മ വിഷമിക്കാതെ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടാ. നിർബന്ധിച്ച് നമുക്ക് ആരെയും കൂടെ ഇരുത്താൻ പറ്റത്തില്ലല്ലോ. അത്രക്കേ ഉള്ളൂ. പോട്ടെ.
ഈശ്വര ദൈവമേ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് എന്റെ കാലുവേദന നിനക്കറിയാമല്ലോ. ഇതും വെച്ചോണ്ട് ഞാൻ പോയാ അവർക്കും ബുദ്ധിമുട്ട്, എനിക്കും അതൊരു വിഷമം. അതുകൊണ്ടൊക്കെ ആയിരിക്കും പിള്ളേരെ വിളിക്കാതെ പോയത്. അത്രേ ഉള്ളൂ. അല്ല, വേദന കൂടുതലാണെങ്കിൽ നമുക്ക് ആശുപത്രി പോകാൻ കൊച്ചമ്മ. ഓ, അതിന് തക്കവണ്ണമൊന്നും ഇല്ലടാ. കുഴമ്പൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. അന്ന് ഡോക്ടർ ഒന്ന് ഓയിൻമെന്റ് തേണ്ട കിടക്കുന്നു. നല്ല മരുന്നാ. പക്ഷേ അതൊന്ന് വിട്ടുതരാൻ എനിക്ക് തൽക്കാലം ആരും ഇല്ലല്ലോ. ആര് പറഞ്ഞ എങ്ങനെ? ഞാൻ ഉണ്ടല്ലോ കൊച്ചമ്മ, ഞാൻ ഇട്ട് തരാം. കൊള്ളാം. വേണ്ട. തലനീര് നമ്മുടെ വേദന. മതി. മുത്തോണ്ടാ ഓ, എണീക്കാൻ അല്ല ഇത് പുരട്ടി കൊടുക്കണം. ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ പോയില്ലേ അമ്പലത്തില്? ഇല്ല, എന്താ മക്കളെ? ഞങ്ങളെ ആ, ആദ്യം ഈ ദൈവത്തിന്റെ വേദന മാറ്റട്ടെ, എന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. മതി. അമ്മയുടെ വേദന എല്ലാം പോയി. നീ കണ്ട മുത്തു? ഓ, എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട്. എന്റെ മക്കളുണ്ട് എനിക്ക്. മനസ്സിലായ? മതി മോനെ. എന്നാലും ശരി, ഏതായാലും വന്നു. ദേ, ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കും. മുത്തു, നിനക്കും സന്തോഷമായല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.